കേരള എഗ്രിമെന്റ് ഒപ്പുവെച്ചു. അതിന്റെ ഭാഗമായി പണം വാങ്ങിച്ചു. പിന്മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു കത്തുടന്ന് പോയി. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ നോക്കുന്ന PM3 പദ്ധതിയെ കുറിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മുഖ്യമന്ത്രി VD സതീശനും ലീഗ് നേതാക്കളും ചേർന്ന് വലിയൊരു പുകമറ സൃഷ്ടിക്കുന്നുണ്ട്. പിണറായി വിജയൻ സർക്കാർ ഈ പദ്ധതിയിൽ ഒപ്പിട്ടു, അതുകൊണ്ട് ഇതിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല, കേന്ദ്രത്തിൽ നിന്ന് പണം വാങ്ങി എന്നൊക്കെയാണ് സതീശൻ തട്ടിവിടുന്ന ലൈൻ. എന്നാൽ എന്താണ് യാഥാർത്ഥ്യം? ഇന്ന് നമുക്ക് ആ പച്ചക്കള്ളങ്ങളുടെ മുഖം മൂടി അങ്ങ് അഴിക്കാം. പിണറായി വിജയൻ സർക്കാർ PM3 പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രാഥമിക ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിരുന്നു എന്നത് ശരിയാണ്. പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ താല്പര്യങ്ങൾ ബലികഴിച്ചാണ് പൊതുവിദ്യാഭ്യാസത്തെ കേന്ദ്രത്തിന്റെ താല്പര്യങ്ങൾക്ക് പണയം വെക്കാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ടതോടെ ആ തീരുമാനം മാറ്റി. കേരളത്തിൽ PM3 നടപ്പിലാക്കില്ല എന്ന് കൃത്യമായി മുൻ സർക്കാർ കേന്ദ്രത്തിന് കത്തയച്ചിട്ടുണ്ട്. മാത്രമല്ല, കേരളം ഇത് നടപ്പിലാക്കില്ല എന്ന് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി സുപ്രീം കോടതിയെ പോലും അറിയിച്ചിട്ടുള്ളതാണ്. ഒരു ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാനത്തിന് താല്പര്യമില്ലാത്ത പദ്ധതികൾ നിർബന്ധപൂർവം അടിച്ചേൽപ്പിക്കാൻ കേന്ദ്രത്തിന് നിയമപരമായ ഒരവകാശവുമില്ല. ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറാൻ യാതൊരു നിയമ തടസ്സവുമില്ലെന്ന് നിയമവിദഗ്ധർക്കും സുപ്രീം കോടതിക്കും അറിയാം. പക്ഷേ നമ്മുടെ നിയമമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിക്ക് മാത്രം ഇതറിയില്ല. അടുത്ത വാദം, ഈ പദ്ധതിക്കായി പിണറായി സർക്കാർ കേന്ദ്രത്തിൽ നിന്ന് കോടികൾ വാങ്ങി മുക്കി എന്നാണ്. എന്തൊരു കഷ്ടമാണ് സതീശ! PM3 പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ കേരളത്തിന് ഒരു പൈസ പോലും റിലീസ് ചെയ്തിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ പദ്ധതി നടപ്പിലാക്കിയില്ലെങ്കിൽ SSK ഫണ്ട് തടഞ്ഞു വെക്കും എന്ന കേന്ദ്രത്തിന്റെ ഭീഷണിയുണ്ട്. ആ തുക നഷ്ടപ്പെട്ടാലും വേണ്ടിയില്ല, കേരളത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ മതേതരത്വം പണയം വെക്കില്ല എന്ന നിലപാടാണ് മുൻ സർക്കാർ സ്വീകരിച്ചത്. ഇനി ഇപ്പോഴത്തെ അവസ്ഥ നോക്കൂ. മുൻപ് പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ഇതേ ലീഗ് നേതാക്കളും UDF-ഉം പറഞ്ഞത് എന്താണ്? കേന്ദ്രത്തിന്റെ കാവ്യ അജണ്ടയാണ് PM3 എന്നാണ്. എന്നാൽ ഇപ്പോൾ അധികാരം കിട്ടിയപ്പോൾ കളം മാറ്റിച്ചവിട്ടി. ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രിയും ലീഗ് നേതാക്കളും മുഖ്യമന്ത്രിയും പറയുന്നത് പിണറായി വിജയൻ ഒപ്പിട്ടത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇനി ഇതിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല, അതുകൊണ്ട് ഇത് നടപ്പിലാക്കും എന്നാണ്. എങ്ങനെയുണ്ട് ഇവരുടെ ന്യായീകരണം? മുൻ സർക്കാർ നടപ്പിലാക്കില്ല എന്ന് കേന്ദ്രത്തിന് കത്തയച്ച സ്ഥിതിക്ക് ഇനി ഇത് കേരളത്തിൽ നടപ്പിലാക്കണമെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി ശംസുദ്ദീനും VD സതീശനും മുൻകൈയെടുത്ത് കേന്ദ്രത്തിന് പുതിയ കത്തയക്കണം. ഞങ്ങൾക്ക് കേന്ദ്രത്തിന്റെ ഈ പദ്ധതി വേണമെന്ന് പറഞ്ഞ് കത്തയച്ചാലേ ഇനി ഈ പദ്ധതി നടപ്പിലാവൂ. എന്നിട്ടാണ് പഴയ മുഴുവൻ പിണറായി വിജയന്റെ മേൽ ചാരുന്നത്. പിണറായി വിജയൻ സർക്കാർ ഒപ്പിട്ടു എന്ന് പറഞ്ഞ് കേന്ദ്രത്തിന്റെ അജണ്ടകൾക്ക് പരവതാനി വീക്കാൻ നിങ്ങൾ കാണിക്കുന്ന ഈ വെപ്രാളത്തിന്റെ പിന്നിലെ ഛേദോവികാരം എന്താണെന്ന് ജനങ്ങൾക്ക് നന്നായി അറിയാം. കേന്ദ്രത്തിന് കത്തയച്ച് ഈ പദ്ധതി കേരളത്തിൽ കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിച്ചാൽ അതിനെ ചോദ്യം ചെയ്യാൻ ഇവിടെ ജനങ്ങൾ ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം. വസ്തുതകൾ ഇതായിരിക്കെ നുണപ്രചരണങ്ങൾ നടത്തി ജനങ്ങളെ പറ്റിക്കാൻ നോക്കുന്നവരുടെ മുഖം മൂടി പൊളിച്ചടുക്കുക തന്നെ ചെയ്യും. ഈ സത്യം പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുക, ഷെയർ ചെയ്യുക.